പത്തനംതിട്ട ഓമല്ലൂരിലെ വിവാദ വൃദ്ധസദനമായ എലോഹീം വർഷിപ്പ് സെന്ററിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. സമരക്കാരെ നേരിടാൻ പാസ്റ്റർ അനുകൂലികൾ സംഘടിച്ചെത്തി. ഏറെ നേരം ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം നടന്നു. പോലീസ് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ചു. കേസിലെ പ്രതിയായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJPയുടെ പ്രതിഷേധം. ഗോകുൽ രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, വലിയ സംഘർഷത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേനെ. ഒരു ഭാഗത്ത് ഈ ഒരു വൃദ്ധസദനം അല്ലെങ്കിൽ ബന്ദിക്കോസ് സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത് അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ BJPയുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. ഇതിനെ എതിർത്തുകൊണ്ടാണോ ഈ പാസ്റ്ററിനെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ തടിച്ചുകൂടിയത്? ഒടുവിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നോ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഈ സ്നേഹത്തണൽ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നിട്ടുള്ള ആ ക്രൂരതയുടെ വാർത്തകൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു BJPയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലും ഇന്ന് പ്രതിഷേധ യോഗം ആ പാസ്റ്ററുടെ പ്രാർത്ഥനാലയത്തിലേക്ക് നടത്തിയത്. ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്ററായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ളത്. അയാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് പത്തനംതിട്ട ഓമല്ലൂരിലുള്ള അഞ്ജലി ഓഡിറ്റോറിയം. അവിടെ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന നടക്കാറുള്ളതാണ്. പെന്തക്കോസ്ത് സഭയുമായി ബന്ധപ്പെട്ട ആ പ്രാർത്ഥന ഇന്ന് ഉപരോധിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ BJP പ്രവർത്തകർ അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ തന്നെ BJPയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും അവിടെ എത്തി തമ്പടിച്ച് നിന്നിരുന്നു. അതിനുശേഷമാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയ ആൾക്കാരും ഒപ്പം ഈ ബിനു വാഴമുട്ടം അടക്കമുള്ള ആളുകളുടെ അനുയായികളായിട്ടുള്ള ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ അവിടേക്ക് കടന്നാക്രമിച്ചെത്തുകയും ഈ പ്രതിഷേധത്തിന് നേരെ ആക്രോശിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയായിരുന്നു. തുടർന്ന് പോലീസിനെയും അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഈ ബിനു വാഴമുട്ടത്തിന്റെ അനുകൂലികൾക്ക് അവർക്ക് പിന്തുണയുമായിട്ട് നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കാൻ എത്തുന്നവരെ തടയുകയാണെങ്കിൽ അത് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ നിലപാടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി, പോലീസിന്റെ ബലപ്രയോഗത്തിന്റെ സഹായത്തോടുകൂടി ഈ ആളുകൾ ഈ പ്രാർത്ഥന ഹാളിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് അവരുടെ ബാക്കി നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. പ്രാർത്ഥന ആരംഭിക്കുകയുമായിരുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടായി. പ്രതിഷേധിക്കാൻ എത്തിയ BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരുമായിട്ട് ഒന്നും തള്ളും അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായി. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ നിസ്സംഗതയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അവരെ ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിനു വാഴമുട്ടം സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്, പാസ്റ്ററാണ്. അയാൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ളയാളാണ്. അയാളെ ആദ്യം മുതൽ ഈ കേസിൽ സംരക്ഷിച്ച് നിർത്തുന്നു പോലീസ് എന്നുള്ളൊരു ആക്ഷേപം വളരെ ഗൗരവപൂർണ്ണമായിട്ട് BJP അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഈ പ്രതിഷേധിച്ചവരിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെ ഉണ്ട്. അതായത് ഈ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധിച്ച ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവർ പോലും ഈ പാസ്റ്ററിന്റെ നടപടികളെ ന്യായീകരിക്കുന്നില്ല, ആ സ്ഥാപനത്തിൽ നടന്ന ക്രൂരതകളെ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ അവരെ കൂടി ഉൾപ്പെടെയാണ് ഈ സ്ഥാപനത്തിനെതിരായിട്ട് വ്യാപകമായിട്ട് പ്രതിഷേധം ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ബിനു വാഴമുട്ടത്തെ ഈ കേസിൽ പ്രതി ചേർക്കുക പോലും ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും അത് ഒത്തുകളിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസിനെതിരെ BJP അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും പ്രതിഷേധിക്കുന്നത്. എന്തായാലും ബിനു വാഴമുട്ടത്തിനെതിരെ കൂടി നിയമ നടപടി വ്യക്തമാണ്. ഓമല്ലൂരിലെ ബന്ദിക്കോസ് സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വൃദ്ധസദനത്തിനെതിരെ നാട്ടുകാരും BJP പ്രവർത്തകരും പ്രതിഷേധിച്ചെത്തി. പാസ്റ്ററിനെ അനുകൂലിക്കുന്നവരും അവിടെ തടിച്ചുകൂടിയതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. അതേസമയം ഈ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നത്. അവിടെ കൊച്ചുകുട്ടികളെ മർദ്ദിക്കുന്നു, പഴകിയ ഭക്ഷണം കൊടുക്കുന്നു തുടങ്ങിയ നിരവധി വിഷയങ്ങളുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത് ജനം TV ആണ്. പക്ഷേ ഈ ബിനു വാഴമുട്ടം എന്ന പാസ്റ്ററിനെ, ഈ വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാനോ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറാകാത്തതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നത്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.